ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കുചേല ദിനം പ്രമാണിച്ച് നമുക്ക് കുചേല സൽഗതി കേൾക്കാം. നാളെയാണ് കുചേല ദിനം. 2024 ഡിസംബർ 18. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഭാഗം പറയുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ആ ഭാഗം ഭാഗവതത്തിലോ അതല്ലെങ്കിൽ നാരായണീയത്തിലോ വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ കഥ കേൾക്കുക. ഇന്ന് കേൾക്കുന്നത് കൂടാതെ നാളെയും കൂടി കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുക. ഭഗവാന് അവൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്രത്തോളം പുണ്യം മറ്റൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. നാരായണ നാമം പരമാവധി സമയം ജപിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. സഹസ്രനാമങ്ങളോ നമുക്കറിയാവുന്ന മറ്റെന്തൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങളൊക്കെ തന്നെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ധനുമാസം അല്ലെങ്കിൽ മാർഗശീർഷ മാസം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയങ്ങളിൽ ഭാഗവത പഠനവും ഭഗവത്ഗീത പഠനവുമൊക്കെ വളരെ വളരെ അത്യുത്തമമാണ്. നമ്മൾ ഭഗവത്ഗീത മുമ്പ് കുറച്ചിങ്ങനെ പറഞ്ഞു വന്നിരുന്നു. പിന്നെ അത് നമ്മളങ്ങ് നിന്നുപോയി. പിന്നെ ഇടയ്ക്കിട്ടൊക്കെ നമ്മൾ പറയാൻ തുടങ്ങി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതങ്ങനെയല്ലാതെ നമുക്ക് വീണ്ടും ആദ്യം മുതൽ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ വെച്ച് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതും വളരെ നല്ല മാസമാണ് പുതുതായിട്ട് പഠനം തുടങ്ങുന്നതിനായിട്ട്. ഞാൻ വിചാരിക്കുന്നത്, നമ്മളിപ്പോൾ സാധാരണയായിട്ട് വീഡിയോ ഇടുന്നത് രാത്രി 8 മണി ആ സമയത്താണ് വീഡിയോ ഇടുന്നത്. 8 മണിക്ക് ഒരു 10-15 മിനിറ്റ് ഭഗവത്ഗീതയുടെ ക്ലാസ്സും, ഇനി ഒരു 8:30-9 മണിയാവുമ്പോഴേക്ക് നമ്മൾ ഇടുന്ന വീഡിയോ, അതായത് കഥകളാകാം, അതല്ലെങ്കിൽ ദിവസങ്ങളുടെ പ്രത്യേകതകളാകാം, അങ്ങനെയുള്ള വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായവും കൂടി പറയുക, ഏത് സമയത്ത് ഇടണമെന്നുള്ളത്. കൂടുതൽ ആളുകൾ പറയുന്ന സമയമനുസരിച്ച് നമ്മുടെ സമയക്രമത്തെ നമുക്ക് ക്രമപ്പെടുത്താം. പകലിട്ടാൽ അധികം ആളുകളും കാണുന്നില്ല പല വീഡിയോകളും. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ജോലി തിരക്കോ അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സന്ധ്യ കഴിഞ്ഞിട്ടിടുന്ന വീഡിയോയാണ് പെട്ടെന്ന് തന്നെ ആളുകൾ കാണുന്നത്. കാരണം സന്ധ്യ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് നാമമൊക്കെ ജപിച്ച് അത്താഴമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കഥകൾ കേൾക്കാനായിട്ട് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങളുടെ സൗകര്യപ്രദമായ സമയം പറയൂ. ഒരു 8-നും 9-നും ഇടയ്ക്കുള്ള സമയം കൂടുതലായിട്ട് ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമുക്കൊരു 8 മണിക്കും പിന്നെ ഒരു 9 മണിക്കും അതല്ലെങ്കിൽ 8:30 മണിക്കുമായിട്ട്, 8 മണിക്കും 8:30ക്ക് വിടുവാണെങ്കിൽ ഒന്നും കൂടെ സൗകര്യമായിരിക്കും. കാരണം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കഥയും കൂടെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാം, നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയും അത്താഴവും ഒക്കെ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ സമയം ഒന്ന് പറയൂ, എപ്പോഴാണ് സൗകര്യമെന്നുള്ളത്. കൂടുതൽ ആളുകൾ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സമയത്തെ നമുക്ക് ക്രമപ്പെടുത്താം. എന്തായാലും ഇന്ന് നമ്മൾ കുചേല സൽഗതി ആ ഭാഗത്തേക്ക് കടക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം, അവസാനം വരെ കേൾക്കണം, ക്ഷമയോടുകൂടി കേൾക്കണം. കേൾവി തന്നെ, ശ്രവണം തന്നെ അത്രത്തോളം പുണ്യമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ പണ്ട് ഗുരുകുലവാസം ചെയ്യുന്ന കാലത്ത് നന്ദാത്മജൻ്റെ ഏറ്റവും സ്നേഹമേറിയ സതീർത്ഥ്യനായിരുന്നു കുചേലൻ. നിറഞ്ഞ കണ്ണുകളോടു കൂടിയാണ് ആ ബ്രാഹ്മണകുമാരൻ ചെന്താമരക്കണ്ണനോട് ഗുരുകുലം വിട്ടപ്പോൾ യാത്ര പറഞ്ഞത്. സുദാമാവ് എന്നായിരുന്നു ആ ബ്രാഹ്മണ ബാലൻ്റെ യഥാർത്ഥമായ നാമം. പക്ഷേ കുചേലൻ എന്ന പേരിലാണ് ഗുരുകുലവാസം മുതൽക്കേ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വർഷങ്ങൾ വളരെ കഴിഞ്ഞു. ഇന്ന് ആ ബ്രാഹ്മണൻ അവന്തി രാജ്യത്ത് സാന്ദീപനിയുടെ ആശ്രമ പ്രദേശത്തിനടുത്ത് ഒരു ചെറ്റക്കുടിലിൽ പരമദരിദ്രനായി കഴിഞ്ഞുകൂടുകയാണ്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അദ്ദേഹം സൽഗുണവതിയായ ഒരു യുവതിയെ വേളി കഴിച്ചു. അവളിൽ
കുറേയേറെ സന്താനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായി. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കുവാനുള്ള കഴിവ് പാവപ്പെട്ട കുചേലന് ഉണ്ടായിരുന്നില്ല. സദാസമയവും ഈശ്വര ചിന്തയിൽ മുഴുകി കഴിഞ്ഞുകൂടിയതിനാൽ കുടുംബ ക്ലേശങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മിക്കുവാൻ ആ ബ്രാഹ്മണന് കഴിഞ്ഞതുമില്ല. നേരം വെളുത്താൽ അന്തിയാകുന്നതുവരെ അസ്ഥിപഞ്ചര ശരീരരായ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് കുചേലപത്നി ആ നാട്ടിലെ ഗൃഹങ്ങളിലെല്ലാം കയറിയിറങ്ങി യാചിക്കും. ചിലർ വല്ലതും കൊടുക്കും, ചിലർ ഒന്നും കൊടുക്കുകയുമില്ല. എത്ര തെണ്ടിയാലും ഒരു നേരത്തെ കഞ്ഞിക്കുള്ള വക അവർക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. എന്നും ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കാരണം ജനങ്ങൾക്കും ക്രമേണ അവരിൽ യാതൊരു അനുകമ്പയും ഇല്ലാതെയായി. എവിടെ ചെന്നാലും ഒന്നും കിട്ടാതെയുമായി. എന്തെങ്കിലും വല്ലതും കിട്ടിയാൽ ആ ബ്രാഹ്മണ സ്ത്രീ പാകപ്പെടുത്തി ഭർത്താവിന് കൊടുത്തതിനു ശേഷം ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ താനും കുഞ്ഞുങ്ങളും ഭക്ഷിക്കും. അതിനും വകയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ആ പാവം സ്ത്രീ വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടക്കും. പട്ടിണി ക്ലേശങ്ങൾ കഴിയുന്നതും ഭർത്താവിനെ അറിയിക്കാതെ കഴിച്ചുകൂട്ടുവാൻ ആ സതീരത്നം ശ്രമിച്ചു. എങ്കിലും നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ ഒരു ദിവസം ആ ബ്രാഹ്മണ യുവതി തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു: നാഥ, ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങ് എന്നോട് കോപിക്കരുത്. എത്ര കൊടിയ ദാരിദ്ര്യമാണെങ്കിലും നമുക്കത് സഹിക്കാൻ കഴിയും. ഒരു ദിവസം ഒരു തുള്ളി അന്നത്തിൻ്റെ വെള്ളം പോലും കൊടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വളർത്തും? അവർക്ക് ഈ ദാരിദ്ര്യം എങ്ങനെ സഹിക്കാൻ കഴിയും? നിത്യദാരിദ്ര്യം മാത്രമാണ് നമ്മുടെ കൈമുതൽ. നേരം വെളുത്താൽ പൈതങ്ങൾ വിശന്നു പൊരിഞ്ഞ് എൻ്റെ അരയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നു. രാത്രിയിൽ ഒന്നും കഴിക്കാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഒരു പെറ്റ മാതാവായ ഞാൻ എങ്ങനെ സഹിക്കും? കുഞ്ഞുങ്ങളോടുകൂടി സന്ധ്യ മയങ്ങുന്നത് വരെ തെണ്ടിയാലും എന്തു കിട്ടാനാണ്? ദയവുള്ളവർ നാട്ടിലില്ലാതെയായി, ധർമ്മിഷ്ഠരുമില്ല. എന്തിനവരെ കുറ്റം പറയുന്നു? എന്നും ഇങ്ങനെ കുഞ്ഞുങ്ങളുമായി ചെന്നാൽ ആരും ഒന്നും തരികയില്ല. നാം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു പോയതിനാൽ കൂലിവേലയെടുക്കാനും നിവർത്തിയില്ല. അത് നിഷിദ്ധമാണ് പോലും. എന്തു ചെയ്യാം? അതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട. ഒരു നേരത്തെ കഞ്ഞിവെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് നിർദ്ദേശിക്കണം. അങ്ങെൻ്റെ ഭർത്താവാണ്. ഭർത്താവിനോടല്ലാതെ മറ്റാരോടാണ് ഞാനിത് പറയേണ്ടത്? ഇത് കേട്ടപ്പോൾ കുചേലൻ ഇപ്രകാരം പറഞ്ഞു: നാഥേ, ഞാൻ എന്തു മാർഗം നിർദ്ദേശിക്കാനാണ്? എനിക്കെന്തറിയാം? ദൈവത്തെ ഭജിക്കാനല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല. ധനമില്ലാത്ത നാം വലിയ ധനവാന്മാരാണ്. നമുക്ക് ശത്രുക്കളില്ല. ധനം പുഷ്ടിപ്പെടുത്താനുള്ള കപടചിന്തകളും നമ്മെ ഉപദ്രവിക്കുന്നില്ല. ഇങ്ങനെയുള്ള തത്വങ്ങൾ പറയാമെന്നല്ലാതെ പട്ടിണിക്ക് ഇതൊന്നും പരിഹാരമല്ലെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇത് കേട്ടപ്പോൾ വീണ്ടും ആ ബ്രാഹ്മണ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു: പ്രാണവല്ലഭ, സ്ത്രീകൾക്ക് അലങ്കാരങ്ങളായ സ്വർണ്ണാഭരണങ്ങളോ പട്ടാമ്പരങ്ങളോ താമസിക്കാൻ മണിമാളികയോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. നഗ്നത മറയ്ക്കുവാൻ ഈ കില്ലത്തുണി ഞാൻ ധരിച്ചു കൊള്ളാം, സങ്കടമില്ല. ഈ കൂരപ്പുരയിൽ വെയിലും മഴയും ഏറ്റു കിടന്നുകൊള്ളാം. പ്രാണൻ കിടക്കുന്നതിനു വേണ്ടി ഒരു നേരമെങ്കിലും അന്നത്തിൻ്റെ വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമല്ലോ. അതിനു നാം എന്തു ചെയ്യണം? അപ്പോൾ കുചേലൻ വീണ്ടും ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു: നാഥേ, നീ പറഞ്ഞത് കാര്യമാണ്. പതിവ്രതയായ പത്നിയെയും കുഞ്ഞുങ്ങളെയും പട്ടിണിക്കിടുന്ന പുരുഷൻ പരമഹംസനായാലും അവന് ഗതി കിട്ടുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എന്തു ചെയ്യാനാണ്? എവിടെ പോകാനാണ്? ഞാനും നിന്നോടൊപ്പം ഇറങ്ങി തെണ്ടാമെന്ന് വെച്ചാൽ വല്ലതും കിട്ടുമോ? ആര് നമ്മളെ സഹായിക്കും?
ഈ ഏഴകളോട് ആർക്ക് കരുണ തോന്നും? ഇങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ മനോരഥം ഭർത്താവിനെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ബ്രാഹ്മണ യുവതി ഈ വിധം സംഭാഷണം ആരംഭിച്ചത്. ഒടുവിൽ ആ സാധു സ്ത്രീ ഇങ്ങനെ തന്നെ കുചേലനോട് പറഞ്ഞു, നാഥ, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് ദേഷ്യപ്പെടരുത്. പണ്ട് സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ അങ്ങും ദ്വാരകാപതിയായ ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ചു പഠിച്ചിട്ടുണ്ടെന്ന് അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് അങ്ങയോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നു എന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഐശ്വര്യ സമ്പൂർണനായി വാഴുന്നു. ആ പുണ്യാത്മാവിനെ ഒന്ന് പോയി കണ്ട് നമ്മുടെ ദയനീയമായ അവസ്ഥ അറിയിച്ചാൽ ആ കരുണാവാരിധി നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനമുണ്ടാക്കിത്തരും. അപ്പോൾ സുദാമാവ് എന്ന കുചേലൻ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയേ, നീ എന്താണ് ഈ പറയുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ സ്ഥാനം എവിടെ? ഏഴകളിൽ ഏഴയായ എൻ്റെ സ്ഥാനം എവിടെ? ശിവ, ഓർക്കാൻ പോലും വയ്യ. ഗുരുകുലത്തിൽ കുറച്ചുനാൾ ഒന്നിച്ചു പഠിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം എന്നെ ഓർമ്മിക്കണമെന്നുണ്ടോ? പ്രിയേ, നീ അത് പറയരുത്. ശാന്തം, പാപം, നീ അത് പറയരുത്. ഈ പാവപ്പെട്ട ദരിദ്ര വിപ്രനെ വിശ്വംഭരനായ ഭഗവാൻ കണ്ടാൽ അറിയുമോ? വേണ്ട നാഥേ, അതിമോഹമൊന്നും വെക്കരുത്. ഭർത്താവിൻ്റെ ഈ വിധമുള്ള വാക്കുകൾ കേട്ടപ്പോൾ വീണ്ടും ആ പാവം സ്ത്രീ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇല്ല നാഥ, പതിവ്രതയായ ഈ പത്നിയാണ് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അങ്ങയെ കണ്ടാൽ അറിയാതെ ഇരിക്കുകയില്ല. അദ്ദേഹം ആശ്രിത വത്സലനും ഭക്തപരായണനുമാണ്. ഭക്തന്മാർക്കു വേണ്ടി ഹൃദയം പോലും കൊടുക്കുവാൻ കനിവുള്ളവനാണ് അദ്ദേഹമെന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഭക്തനായ പഴയ കൂട്ടുകാരനെ കണ്ടാൽ ആ നിന്തിരുവടി അറിയുകയില്ലെന്നോ? അങ്ങാരോടാണ് ഈ വിധം പറയുന്നത്? അങ്ങയുടെ മനസ്സിൽ അന്ധത കയറിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വീണ്ടും കുചേലൻ പറഞ്ഞു, പ്രിയേ, നീ വിഷമിക്കണ്ട. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നന്ദാത്മജന്റെ ആ സുന്ദര മുഖം എനിക്കൊന്ന് കാണാമല്ലോ. എനിക്കത് മതി. ദൂരെ വെച്ചാണെങ്കിലും ഞാനത് കണ്ട് ആനന്ദിച്ചു കൊള്ളാം. ഭഗവാനെ, നിന്തിരുവടിയുടെ ദർശനം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നാഥേ, ഭാഗ്യം കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ ഞാനൊന്നും അദ്ദേഹത്തോട് ചോദിക്കുകയില്ല. കാര്യസാധ്യത്തിനാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നരുത്. അത് ചിലപ്പോൾ അദ്ദേഹത്തെ വേദനിപ്പിക്കും. സർവജ്ഞനാണ് മാധവൻ. മനസ്സറിഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും തന്നാൽ ഞാനത് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്യാമകോമള വിഗ്രഹം കണ്ടുണ്ടാകുന്ന ദിവ്യമായ ആനന്ദ അനുഭൂതിയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരും. എല്ലാം നേരത്തെ തന്നെ നിന്നോട് ഞാൻ പറയുകയാണ്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പക്ഷേ ഒരു കാര്യം, അത് നാം മറന്നുപോയി. മഹത്തുക്കളായ പുണ്യാത്മാക്കളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു തിരുമുൽ കാഴ്ച അവരുടെ മുമ്പിൽ വെക്കണം. അതൊരാചാരമാണ്. നാം ദരിദ്രരാണെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണ്ടേ? വെറും കൈയും വീശിക്കൊണ്ട് ചെല്ലുന്നത് ശരിയാണോ? പോരെങ്കിൽ വളരെ കാലം കഴിഞ്ഞ് പഴയ കൂട്ടുകാരനെ കാണാൻ ചെല്ലുകയാണ്. ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഉത്തമയായ ആ ഗൃഹനായിക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അയൽപ്പക്കത്തുള്ള 3-4 ഗൃഹങ്ങളിൽ ചെന്ന് യാചിച്ചു. 2 പിടി നെല്ലു കിട്ടി. വേഗം തന്നെ ആ പാവം സ്ത്രീ അതിടിച്ച് അവലാക്കി ഒരു കീറ തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് കാന്തന്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ കുചേലൻ പറയുകയാണ്, ഈ നിസ്സാരമായ സാധനം
ജഗത്പതിയായ കൃഷ്ണന് ഞാൻ എങ്ങനെ കാഴ്ചയായി നൽകും? അദ്ദേഹത്തിന് എന്തു തോന്നും? അപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, നാഥ, ഭക്തിയോടുകൂടി ഭഗവാന് എന്തു കൊടുത്താലും തൃപ്തിയാണ്. ഭക്തൻ നൽകുന്ന എന്തും, ഇനി അത് വിഷമാണെങ്കിൽ പോലും അത് അമൃതായി ഭഗവാൻ ആസ്വദിക്കും. ക്ഷീരവെള്ളം കുടിച്ച് ദ്രൗപദിയെ അനുഗ്രഹിച്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ കുളിച്ച് നെറ്റിയിൽ ഭസ്മവും ഗോപീചന്ദന കുറികളും ചാർത്തി ഒരു കീറ വസ്ത്രം ഞൊറിഞ്ഞൊടുത്ത് പാളത്താറും പാച്ചി പൊളിഞ്ഞ് വാരികളൊടിഞ്ഞ ഒരു ഓലക്കുടയും കയ്യിലേന്തി അവൽ പൊതി ആരും കാണാതെ ബാഹുമൂലത്തിൽ ഒളിച്ച് തണ്ടല്ലോട് ഒട്ടിച്ചേർന്ന് പട്ടിണി വയറോടും കൂടി കുചേല ബ്രാഹ്മണൻ ഭാര്യയോടും കുട്ടികളോടും യാത്രയും ചൊല്ലി ദ്വാരക ലക്ഷ്യമാക്കി മന്ദം മന്ദം നടന്നു. പത്നിയും കുഞ്ഞുങ്ങളും ആ യാത്ര നോക്കിക്കൊണ്ട് കണ്ണുനീരിൽ കുളിച്ച് പാവകളെ പോലെ നിന്നു. ഒരു കുട്ടി ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാണമ്മേ പോയത്? ഉടനെ അമ്മ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനാണ് മോനെ അച്ഛൻ പോയത്. ഉടനെ കുട്ടി ചോദിക്കുകയാണ്, ഭഗവാനെ കണ്ടാൽ നമ്മുടെ ദാരിദ്ര്യം തീരുമോ അമ്മേ? ഉടനെ അമ്മ പറഞ്ഞു, ഭഗവാൻ കനിഞ്ഞാൽ തീർച്ചയായിട്ടും തീരും. ഉടനെ ആ കുട്ടി ചോദിക്കുകയാണ്, എന്നിട്ട് അച്ഛൻ എന്താണമ്മേ നേരത്തെ പോകാഞ്ഞത്? ഈ കുട്ടികളുടെ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ മാതാവ് കൂടുതൽ വിഷമിച്ചു. കുചേലൻ പതുക്കെ പതുക്കെ ദ്വാരകയിലേക്ക് നടക്കുകയാണ്. മാർഗമധ്യേ കിടന്നും ഇരുന്നും വിശ്രമിച്ചും അങ്ങനെ നടക്കുന്നു. വഴിയരികുകളിൽ കാണുന്ന പൊയ്കകളിലെ പച്ചവെള്ളം മാത്രമായിരുന്നു ആഹാരം. ദ്വാരകയിൽ ചെന്നാൽ ഭഗവാൻ എന്നെ അറിയുമോ? പണ്ട് സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ താമസിച്ച കഥ ഭഗവാൻ ഇപ്പോൾ ഓർമ്മിക്കുമോ? കൃഷ്ണ, പഴയ കൂട്ടുകാരനായ കുചേലൻ നിന്നെ കാണുവാനായി അങ്ങോട്ട് വരുന്നു. നീ എന്നെ തള്ളിക്കളയുമോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നു നടന്ന് ആ ബ്രാഹ്മണൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. സർവത്ര സ്വർണമയം, ഉയർന്ന സുവർണ ഗോപുരങ്ങൾ, മണിമാളികകൾ, വിശാല രമ്യശാലകൾ, അന്തഃപുര മണിമന്ദിരങ്ങൾ, ഈ വിധത്തിലുള്ള അത്ഭുതങ്ങളായ പല ദൃശ്യങ്ങളും നോക്കി നോക്കി ഭക്തിവിവശനായി വിസ്മയഭരിതനായി ആ വിപ്രോത്തമൻ ഭഗവാന്റെ മണിമാളികയുടെ നേരെയുള്ള ഗോപുരദ്വാരത്തിൽ വന്നെത്തി. ആ പിച്ച ബ്രാഹ്മണനെ അകത്തു കടത്തുവാൻ ദ്വാരപാലകർ അനുവദിച്ചില്ല. ഹേ ബ്രാഹ്മണ, ഓരോരോ മഹാരാജാക്കന്മാരും മഹർഷികളും മഹത്തുക്കളുമൊക്കെ ഭഗവാനെ കാണുവാനുള്ള സമയവും പാർത്ത് ഇവിടെ താമസിക്കുന്നു. ആ സ്ഥിതിക്ക് നിസാരനായ അങ്ങേക്ക് അവിടെ എങ്ങാനും എത്തി നോക്കാനാകുമോ? ഇനി ആഹാരത്തിന് വല്ലതിനുമാണെങ്കിൽ ഭക്ഷണപന്തിയിൽ ചെന്നാൽ ഇഷ്ടം പോലെ വല്ലതും കഴിച്ചുകൊണ്ട് പോകാം. സ്വതവേ പരവശനായിരുന്ന കുചേല ബ്രാഹ്മണൻ ദ്വാരപാലകന്റെ വാക്കുകൾ കേട്ടതോടുകൂടി കൂടുതൽ പരവശനായി തീർന്നു. അപേക്ഷാസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹേ ദ്വാരപാലക, എനിക്കൊന്നും വേണ്ട. ഭഗവാനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ദയവ് തോന്നി എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിവിടൂ. ഉടനെ ദ്വാരപാലകൻ പറയുകയാണ്, അദ്ദേഹത്തെ കണ്ടാൽ മാത്രം മതിയെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ എവിടെ നിന്നെങ്കിലും കാണാമല്ലോ. ഏതായാലും മാർഗതടസ്സമുണ്ടാക്കാതെ ഇവിടെ നിന്നും മാറി നിൽക്കൂ. മന്ത്രിമാർ വരേണ്ട സമയമായി. ഇങ്ങനെയുള്ള ദ്വാരപാലകന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആ ബ്രാഹ്മണൻ വിഷമിച്ചു. കൃഷ്ണ, കരുണാനിധേ, ഇത്രയെല്ലാം ബുദ്ധിമുട്ടി ഞാൻ വന്നിട്ട്
നിന്നെ ഒരു നോക്കു കാണുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഈ വിധം മനസ്സു നീറി ചിന്തിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ ദ്വാരപാലകൻ കൽപ്പിച്ചതുപോലെ അല്പം അകലത്തിലേക്ക് മാറി നിന്നു. ആ സമയം അരവിന്ദലോചനൻ രുക്മിണീ ദേവിയും ഒരുമിച്ച് മണിമാളികയുടെ മുകളിൽ സ്വർണമണി മഞ്ചത്തിലിരുന്ന് കളികൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു വേദന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്നു തട്ടി. പുറത്ത് കുചേല ബ്രാഹ്മണൻ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ തലയ്ക്ക് ഒരടി അടിച്ചിരുന്നു. ആ അടി കടൽവർണ്ണൻ്റെ കരളിലാണ് വന്നുകൊണ്ടത്. ഭഗവാൻ പെട്ടെന്ന് മഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. രുക്മിണി, എനിക്ക് വയ്യ, തീരെ വയ്യ, എൻ്റെ ഹൃദയം കിടന്നു പിടയ്ക്കുന്നു എന്ന് പറഞ്ഞ് 4 വശവും നോക്കി. ഭഗവാൻ ആലസ്യമോ? മറ്റു പത്നിമാരും രുക്മിണിയുടെ മണിയറയിലേക്ക് ഓടി വന്നു. കൃഷ്ണൻ തൻ്റെ അന്തർമുഖ നയനങ്ങൾ തുറന്നു. കണ്ടു ഭഗവാൻ കുചേലനെ. രുക്മിണി, ഞാൻ പാപിയായി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ കുചേലൻ, ഭക്തോത്തമനായ എൻ്റെ പ്രിയപ്പെട്ട കുചേലൻ ഗോപുരദ്വാരത്തിൽ വന്നു നിന്ന് വിഷമിക്കുന്നു. ആ കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകുന്നു. ഞാനത് കാണുന്നു. വരൂ, എൻ്റെ പത്നിമാർ എല്ലാവരും എൻ്റെ കൂടെ വരൂ. എൻ്റെ സർവസ്വവുമായ സതീർത്ഥ്യനെ സ്വീകരിക്കുവാൻ നിങ്ങൾ എല്ലാവരും വരൂ. രുക്മിണി, നീ തീർത്ഥജലം കയ്യിലെടുക്കൂ. ഭാമേ, ചന്ദനം, പനിനീർ മുതലായവ എടുക്കൂ. ജാമ്പവതി, വേഗം തന്നെ കാര്യങ്ങളെല്ലാം എടുക്കൂ. സത്യേ, മിത്രവന്തേ, നിങ്ങൾ വെഞ്ചാമരങ്ങൾ എടുക്കൂ. കാളിന്തി, നീ ആലവട്ടം കയ്യിലെടുക്കൂ. ഭദ്രേ, ലക്ഷണേ, അഷ്ടമംഗല്യം എടുക്കൂ. എല്ലാവരും വരൂ, വേഗം വരൂ. എൻ്റെ ഭക്തൻ നിന്ന് വിഷമിക്കുന്നു. പാവം എൻ്റെ കുചേലൻ, ഞാനൊരു പാപിയായിപ്പോയി. ഈ വിധം വിഷമത്തോടെ ഉച്ചരിച്ചുകൊണ്ട് ഭക്തവത്സലൻ 7-ാം മാളിക മുകളിൽ നിന്നും പടികൾ ചാടി ചാടി ഇറങ്ങി ഗോപുരദ്വാരത്തിലേക്ക് പരിഭ്രാന്തൻ എന്നതുപോലെ ഓടി വന്ന് അസ്ഥിപഞ്ചര ശരീരനായി നിന്നിരുന്ന കുചേലന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കുചേല, അങ്ങ് വന്നിട്ട് കുറേ നേരമായോ? ഇവിടെ നിന്ന് വിഷമിച്ചോ? അങ്ങ് വന്നത് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പു തരൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരംപുരുഷനായ ഭക്തോത്തമനായ ശ്രീഹരി രുക്മിണിയുടെ കയ്യിൽ നിന്നും തീർത്ഥജലം വാങ്ങി കുചേല പാദങ്ങളെ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് തന്നെ കഴുകി. ആ തീർത്ഥജലം അദ്ദേഹവും പത്നിമാരും സേവിച്ച് ശിരസുകളിൽ തളിച്ചു. പത്നിമാരുടെ കൈകളിൽ നിന്നും പനിനീർ, കളഭം മുതലായവ വാങ്ങി അദ്ദേഹം തന്നെ തൻ്റെ സതീർത്ഥ്യൻ്റെ കളേബരത്തിൽ പൂശി. ആലവട്ടം അദ്ദേഹം തന്നെ പിടിച്ചു. വെഞ്ചാമരം അദ്ദേഹം തന്നെ വീശി. സർവശീതളോ ഉപചാരങ്ങളും ശ്യാമസുന്ദരൻ തന്നെ ചെയ്തു. അനന്തരം ഭഗവാൻ ആ ബ്രാഹ്മണനെ കൈത്തലത്തിൽ കോരിയെടുത്ത് പത്നിമാരുടെ അകമ്പടിയോടുകൂടി മണിമാളിക മുകളിൽ കൊണ്ടുവന്ന് താനിരുന്ന സുവർണ തൽപ്പത്തിലിരുത്തി. ഇതുകണ്ട് സേവകരെല്ലാവരും അത്ഭുതപ്പെട്ടു. പുഷ്പമാല്യങ്ങളാലും അംഗരാഗത്താലും ഭഗവാന്റെ പത്നിമാർ ആ ബ്രാഹ്മണനെ പരിപൂജിച്ചു. വൈദർഭി പൊൻപിടിയുള്ള താലവൃന്ദം പനിനീരിൽ മുക്കി പരിവീജനം ചെയ്തു. ഭഗവാന്റെ ഭക്തവാത്സല്യവും സ്വീകരണങ്ങളും സൽക്കാരങ്ങളുമെല്ലാം കണ്ടപ്പോൾ പാവപ്പെട്ട കുചേലൻ പ്രജ്ഞയറ്റവനെ പോലെ ഇരുന്നു പോയി. തൊഴുത് കൂനിക്കൂടി ആ മഞ്ചത്തിൽ ആ ബ്രാഹ്മണൻ കുത്തിയിരിക്കുകയാണ്. ആ പാവം ശീതളപാനീയങ്ങളും മധുരഭോജ്യങ്ങളും നൽകി ഭക്തന്റെ ക്ഷീണം തീർത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ശരീരം തടവിക്കൊണ്ട് ഓരോ കുശലപ്രശ്നങ്ങളും ചെയ്യുന്നതിനിടയിൽ പീതാംബരൻ ചോദിക്കുന്നു, ഗുരുകുലം വിട്ടതിനു ശേഷം എവിടെയായിരുന്നു താമസം? മാതാപിതാക്കളൊക്കെ മരിച്ചു പോയിരിക്കുമില്ലേ? അതിനുശേഷം എത്ര കാലമായി? ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ സതീർത്ഥ്യനെ കുറിച്ച് ഓർമ്മിച്ച് ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണുവാൻ തോന്നിയല്ലോ.
ഇപ്പോഴെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നെ ഒന്ന് കാണാൻ നിനക്ക് തോന്നിയല്ലോ. ഇങ്ങോട്ട് തന്നെ വന്നതാണോ, അതോ വല്ല ബന്ധുഗൃഹത്തിലും പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറിയതാണോ? ബന്ധുക്കളൊക്കെ എവിടെയാണ്? വിവാഹം കഴിഞ്ഞോ? പത്നി സുന്ദരിയാണോ? സ്നേഹമുള്ളവളാണോ? മക്കളൊക്കെ ഉണ്ടായില്ലേ? എല്ലാവരും കൂടി സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? കഴിഞ്ഞുകൂടുവാൻ വേണ്ട സ്വത്തുക്കളും താമസിക്കുവാൻ നല്ല കെട്ടിടവും ഇതിനിടയിൽ ഉണ്ടാക്കിയോ? ഇങ്ങനെ കുശലങ്ങളൊക്കെ ചോദിക്കുകയാണ് ഭഗവാൻ. എല്ലാ വിശേഷങ്ങളും ഒന്നും വിടാതെ ഭഗവാൻ വളരെ ഉത്സാഹത്തോടു കൂടി ആ പാവം ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്. കുചേലന് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത സ്ഥിതിയായിപ്പോയി. പാവം യാതൊരു മറുപടിയും പറയാതെ തൊഴുതുകൊണ്ട് ഇരുന്നതേയുള്ളൂ. എന്തു മറുപടി പറയാനാണ്? ഭഗവാന്റെ സമീപത്ത് സ്വർണസിംഹാസനത്തിൽ താൻ ഇരിക്കുന്നു. തന്നെ ഭഗവാൻ തലോടുന്നു. അതോർത്തപ്പോൾ ആ അന്തണന് തൻ്റെ ശരീരത്തിൽ ആണി തറച്ചു കയറുന്നത് പോലെയുള്ള വേദനയാണ് തോന്നിയത്. കൃഷ്ണൻ വീണ്ടും ചോദിക്കുകയാണ്, കുചേലൻ ഒന്നും മിണ്ടാത്തതെന്താണ്? ക്ഷീണം കൊണ്ടായിരിക്കുമല്ലേ? സാരമില്ല, മാറിക്കൊള്ളും. ക്ഷീണം കൂടുതലാണെങ്കിൽ ഈ മഞ്ചത്തിൽ തന്നെ കുറേ നേരം കിടന്നുകൊള്ളൂ. ഞാൻ വീശാം. രുക്മിണി, ആ വിശറി ഇങ്ങെടുക്കൂ. ഇത് കേട്ടപ്പോൾ പാവം ആ ബ്രാഹ്മണൻ പേടിച്ചുപോയി. വേണ്ട ഭഗവാനെ, ഒന്നും വേണ്ട, ഞാനിവിടെ ഇരുന്നു കൊള്ളാം. കുചേലന്റെ ഈ വിധത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും ചോദിക്കുകയാണ്, കുചേല പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ഗുരുകുലത്തിൽ വെച്ച് നാം തമ്മിൽ യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നിപ്പോകുന്നു. ഗുരുപത്നിയുടെ ആവശ്യപ്രകാരം ഒരു രാത്രിയിൽ നാം കാട്ടിൽ വിറകിന് പോയ കഥ ഓർക്കുന്നുണ്ടോ? ഒരു വനചരനെ കണ്ട് അങ്ങ് പേടിച്ചതും ഞാൻ അവനെ കൊന്നതും ഒരു ഭയങ്കര പേമാരിയും കൊടുങ്കാറ്റും അപ്പോഴുണ്ടായതും ആ മഴ മുഴുവനും നനഞ്ഞു വഴിയും കാണാതെ ഒരു വൃക്ഷച്ചുവട്ടിൽ ആ രാത്രി നാം കഴിഞ്ഞുകൂടിയതും പിറ്റേ ദിവസം അതിരാവിലെ ഗുരു നമ്മളെ അന്വേഷിച്ചു വന്നതും കണ്ടുമുട്ടിയതും വേണ്ട അനുഗ്രഹങ്ങൾ നൽകിയതുമെല്ലാം കുചേല അങ്ങ് ഓർക്കുന്നുവോ? ഇത് കേട്ടപ്പോൾ കുചേലൻ പറയുകയാണ്, നിന്തിരുവടിയെ സംബന്ധിച്ചിടത്തോളം മറക്കാനുള്ളതൊന്നും അടിയന്റെ ഉള്ളിൽ ഇല്ല. അത് കേട്ടപ്പോൾ ഭഗവാൻ വീണ്ടും പറയുകയാണ്, ആട്ടെ കുചേല, ഒന്ന് ചോദിക്കട്ടെ. വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ പഴയ കൂട്ടുകാരന് തിന്നുവാനായി ഒന്നും കൊണ്ടുവന്നില്ലേ? ഞാനൊരു തീറ്റഭ്രാന്തനാണെന്ന് അറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ ന്യായമില്ല. പോരെങ്കിൽ ഉത്തമയായ ധർമ്മപത്നി എന്തെങ്കിലും തന്നയക്കാതിരിക്കുകയുമില്ല. ഭക്തൻ എനിക്കെന്ത് തന്നാലും എനിക്കത് വലിയ ഇഷ്ടമാണ്. ഇനി തന്നില്ലെങ്കിലോ ഞാൻ കട്ടു തിന്നും. അതായിരുന്നു എൻ്റെ സ്വഭാവം, അറിയാമല്ലോ. ഭക്തിയില്ലാത്തവൻ 3 ലോകങ്ങൾ നൽകിയാലും എനിക്കതിൽ യാതൊരു സന്തോഷവും ഇല്ല. അതുകൊണ്ട് നിസാരമായ വല്ലതുമാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ തന്നെയും വിഷമിക്കണ്ട, വേഗം ഇങ്ങ് തന്നുകൊള്ളുക. വിശക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടപ്പോൾ തൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന അവൽക്കിഴി പുറത്തു കാണിക്കുവാൻ നാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ ഒന്നും മിണ്ടിയില്ല. കഷ്ടിച്ച് 1 or 2 പിടി അവല് കാണും. ഇനി അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതോ ഒരു കീറത്തുണിയിലും. പകുതിയിലധികം കല്ലും മണ്ണും കരിക്കട്ടയുമാണ്. വിയർപ്പിൽ നനഞ്ഞത് കുതിർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആ നികൃഷ്ട സാധനം ഭഗവാന് ഞാൻ എങ്ങനെ കൊടുക്കും? ഈ വിധം ചിന്തിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ നാണിച്ചു മിണ്ടാതിരുന്നു. ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ബ്രാഹ്മണന്റെ ശരീരം തലോടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ബാഹുമൂലത്തിൽ ഗോപ്യമായി വെച്ചിരുന്ന വസ്ത്രക്കിഴി കണ്ട് ആഹ്ലാദത്തോടു കൂടി അത് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കുമെന്ന് ഞാൻ പ്രവചിച്ചത് ഇപ്പോൾ എത്രയോ ശരിയായിരിക്കുന്നു.
ഇങ്ങനെ ഉല്ലാസത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് മെല്ലെ അഴിക്കുന്നു. ആഹാ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട അവലാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര നാളായി കുറച്ച് അവല് തിന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ രുക്മിണി, എൻ്റെ ആഗ്രഹം എൻ്റെ കൂട്ടുകാരൻ അറിഞ്ഞിരിക്കുന്നു. ഈ വിധം അരുളി ചെയ്തുകൊണ്ട് കാരുണ്യമൂർത്തിയായ ഭഗവാൻ ശ്രീഹരി അതിൽ നിന്നും ഒരു പിടി വാരി വായിലിട്ട് ചവച്ചു വിഴുങ്ങി. എന്തൊരു സ്വാദ് എന്ന് പ്രശംസിച്ചുകൊണ്ട് വീണ്ടും ഒരു പിടി കൂടി വാരി വായിലേക്കിടുവാൻ ഭാവിച്ചപ്പോൾ രുക്മിണീദേവി പെട്ടെന്ന് തൻ്റെ ഭർത്താവിൻ്റെ കരം കടന്നു പിടിച്ചു തടുത്തു. നാഥ, ഒരു പിടി അവൽ ഭക്ഷിച്ചപ്പോൾ തന്നെ ബ്രാഹ്മണന്റെ ഭവനം ദേവേന്ദ്ര മന്ദിരം പോലെയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പിടി കൂടി ഭക്ഷിച്ചാൽ ഞാൻ ഈ ബ്രാഹ്മണന്റെ ദാസിയാകേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രുക്മിണി ഭഗവാനെ തടുത്തു. രുക്മിണീദേവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഭഗവാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ നളിന നയനങ്ങളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീഴുന്നത് കണ്ട് വൈദർഭി തൻ്റെ ചേല കൊണ്ട് തുടച്ചു. അയ്യോ നാഥ, അങ്ങ് കരയുകയാണോ? അതിനുള്ള കാരണം ഇവിടെ എന്തുണ്ടായി? ചെന്താമരക്കണ്ണൻ ഇതുവരെ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഈ വിധം ചോദിച്ചുകൊണ്ട് സത്യഭാമ ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാനെ ആശ്വസിപ്പിച്ചു. ക്ഷണനേരം കൊണ്ട് അശ്രുക്കൾ മാഞ്ഞ് ഭഗവാന്റെ മുഖം പ്രശോഭിതമായി. ആ മുഖത്ത് മന്ദഹാസം പ്രകാശിച്ചു. ഭക്തന് എത്ര തന്നെ ഐശ്വര്യം നൽകിയിട്ടും മതി വരാതെ ആ കരുണാനിധി കരഞ്ഞു പോയതാണ്. പിന്നെയും പലവിധ കുശല പ്രശ്നങ്ങൾ ചെയ്ത് രാത്രിയിൽ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോടൊത്ത് ചിലവഴിച്ചു. തൻ്റെ കൂട്ടുകാരനെ പരിമള കുളിർജലത്തിൽ കുളിപ്പിച്ച് ഉത്തമമായ അത്താഴവും നൽകി തൻ്റെ അരികത്തിൽ തന്നെ ഭഗവാൻ തൻ്റെ കൂട്ടുകാരനെ ശയിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആ ബ്രാഹ്മണൻ ദിനകൃത്യങ്ങളും പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് ഭഗവാനോട് യാത്രയും ചോദിച്ചു. ആകട്ടെ, പോയി സുഖമായി ജീവിക്കൂ, എന്നെ മറക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞ് ആ ബ്രാഹ്മണന് യാത്രാനുമതിയും നൽകി. ദ്വാരകയിൽ എത്തിയതിനു ശേഷം കുടുംബകാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും കുചേലന്റെ ഹൃദയത്തിൽ കടന്നു വന്നില്ല. സദാസമയവും ഭഗവാനെ കണ്ട ആനന്ദത്തിൽ മുഴുകി സർവവും മറന്ന് അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു. കുടുംബത്തെ പറ്റി ഒന്നും അദ്ദേഹം ഓർത്തില്ല. തിരിച്ചു കുറേ ദൂരം നടന്നപ്പോഴാണ് പാവപ്പെട്ട ആ ബ്രാഹ്മണൻ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. ദൈവമേ, പത്നിയോട് ഞാൻ എന്തു പറയും? ഞാൻ എന്തെങ്കിലും കൊണ്ടു ചെല്ലുമെന്ന് പ്രതീക്ഷിച്ച് വഴിക്കണ്ണും പാർത്തിരിക്കുകയാണ് എൻ്റെ പ്രിയ പത്നി. ഭഗവാനെ, നിന്നോടൊന്നും ഞാൻ ചോദിച്ചില്ല. ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുവാൻ ഒരവസരവും എനിക്ക് തന്നതുമില്ല. ഒന്നും ഇങ്ങോട്ട് പറയാതെ ഞാൻ എങ്ങനെ അങ്ങോട്ട് ഭഗവാനോട് എൻ്റെ അവസ്ഥ പറയും? മായാവല്ലഭൻ്റെ മായ കൊണ്ടോ എന്തോ കുടുംബകാര്യങ്ങൾ പാടെ ഞാൻ മറന്നുപോയി. ദാരിദ്ര്യത്തെക്കുറിച്ച് ഇങ്ങോട്ട് ചോദിക്കുവാനും അങ്ങോട്ട് പറയുവാനും ഒരു സന്ദർഭവും കിട്ടിയതുമില്ല. ഞാൻ പോയി ഭഗവാനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പള്ളിമെത്തയിൽ തന്നെ കിടന്നുറങ്ങി. രാവിലെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ദൈവമേ, എൻ്റെ ഭാര്യയും കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കണമെന്നായിരിക്കുമോ വിധി? അദ്ദേഹം എൻ്റെ മലിനഗാത്രം ആലിംഗനം ചെയ്തു. പാദം കഴുകിയ ആ വെള്ളം തീർത്ഥം പോലെ പാനം ചെയ്തു. അദ്ദേഹം എന്നെ കൈത്തണ്ടിൽ ചുമന്ന് പത്നിമാരെ കൊണ്ട് ശുശ്രൂഷിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മഹാനാണെന്ന് കരുതിയിട്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പെരുമാറിയത്. ആ നിലയ്ക്ക് ദാരിദ്ര്യം ഞാൻ എങ്ങനെ പറയും? അദ്ദേഹം എനിക്ക് ധനം തരാതിരുന്നത് ധനം പെരുത്താൽ
അഹങ്കാരം വർദ്ധിച്ച് ഈശ്വരഭക്തി ഇല്ലാതായി തീരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇങ്ങനെ പലവിധം ചിന്തിച്ച് എന്തു ചെയ്യുമെന്നറിയാൻ സാധിക്കാതെ ആ പാവം ബ്രാഹ്മണൻ നടന്ന് തൻ്റെ ഗൃഹസ്ഥാനത്തിന് സമീപത്തെത്തി. ആകെ ആ സ്ഥലത്തിൻ്റെ രീതി ഒന്ന് മാറിയിരിക്കുന്നു. പല വ്യത്യാസങ്ങളും അവിടെ കാണുന്നു. മണിമാളികകൾ, ഗോപുരങ്ങൾ, മനോഹരങ്ങളായ മന്ദിരങ്ങൾ, ധനസംരക്ഷണശാലകൾ, കോട്ടമതിലുകൾ, അങ്ങനെ പലതരത്തിലും ആ പ്രദേശം മാറിയിരിക്കുന്നു. സർവ ഐശ്വര്യങ്ങളും തികഞ്ഞ ഒരു അത്ഭുത ദേവമന്ദിരം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വിരാജിക്കുന്നത് പോലെ ആ വിപ്രനു തോന്നി. അയ്യോ, എനിക്ക് വഴി തെറ്റിപ്പോയോ? ഇത് ദ്വാരക പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ലോകത്തിൽ 2 ദ്വാരകയോ? അതോ നടന്ന് ഓരോന്ന് ചിന്തിച്ച് ഞാൻ തിരിച്ചു ദ്വാരകയിൽ തന്നെ ചെന്നതായിരിക്കുമോ? ഇത് ദ്വാരകയല്ല. ഭഗവാന്റെ 7 നില മണിമാളികയും സഭാവേദികളുമൊന്നും ഇവിടെ കാണുന്നില്ല. ഗോപുരത്തിൽ ഗരുഡാങ്കിതമായ കൊടിക്കൂറയും പറക്കുന്നില്ല. ഇത് വേറെ ഏതോ നഗരമാണ്. എൻ്റെ കൃഷ്ണ, എനിക്ക് വഴി തെറ്റിയോ? അതോ ഇതെനിക്ക് തോന്നുന്നതാണോ? ഇങ്ങനെ പലതും ചിന്തിച്ച് പേടിച്ച് പരിഭ്രമിച്ച് കുചേല ബ്രാഹ്മണൻ ആകെ ചുറ്റുമൊന്ന് നോക്കി. അപ്പോൾ അതാ ഒരു സ്ത്രീരത്നം, അതിമനോഹരിയായ ഒരു സ്ത്രീരത്നം, സർവവിധ അലങ്കാരങ്ങളോടുകൂടിയ അതിസുന്ദരിയായ ആ സ്ത്രീരത്നം 100 തോഴികളുടെ അകമ്പടിയാൽ സ്വർണത്താലങ്ങളുമേന്തി തന്നെ എതിരേൽക്കാനായി വരുന്നു. ഏറ്റവും മുമ്പിൽ ദിവ്യാംബരങ്ങൾ അണിഞ്ഞ് പൊൻതാലവും പിടിച്ചു വരുന്നത് തൻ്റെ പ്രിയപത്നിയാണല്ലോ. നല്ല വസ്ത്രാഭരണങ്ങളും ധരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളും കൂടെയുണ്ടല്ലോ. എൻ്റെ കൃഷ്ണ, കുചേലൻ ഞെട്ടിപ്പോയി. കൃഷ്ണ ഭക്തവത്സല, ഇതെന്തൊരു മായക്കളിയാണ്. ഭഗവാനെ, നീ എന്നോട് എന്താണ് കാണിക്കുന്നത്? ഈ വിധം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണൻ നിലത്തു വീണ് നമസ്കരിച്ചു. നിന്റെ അത്ഭുത ലീലകൾ പാവപ്പെട്ട ഈ സതീർത്ഥ്യന്റെ മുമ്പിലും നീ കാണിച്ചുവല്ലോ. ഭഗവാനെ, ഒന്നും മിണ്ടാതെ ഒന്നും തരാതെ നീ എന്നെ യാത്രയാക്കിയത് ഇതിനായിരുന്നുവോ? നീ എനിക്ക് സർവ്വലോകവും തന്നല്ലോ. നിന്തിരുവടിയുടെ ദ്വാരകയേക്കാൾ വലിയ ഒരു ദ്വാരക തന്നെയാണല്ലോ ഭഗവാനെ നീ എനിക്ക് നൽകിയത്. ഇങ്ങനെ തന്നെത്താൻ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് നിലത്തുനിന്നും എഴുന്നേറ്റപ്പോൾ ഭാര്യയും കുട്ടികളും തോഴികളും താലത്തോടുകൂടി വന്ന് അദ്ദേഹത്തെ എതിരേറ്റ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നാഥേ, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഭഗവാനെ ഞാൻ കണ്ടു, എൻ്റെ കൂട്ടുകാരനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ മന്ദസ്മിതം തുളുമ്പുന്ന ചെന്താമരവദനം ഞാൻ കണ്ടു. ആ പീലിത്തിരുമുടി ഞാൻ കണ്ടു. വനമാല കണ്ടു. ശ്രീവത്സാങ്കിതമായ തിരുവക്ഷസ് ഞാൻ കണ്ടു. കണ്ണാടി കവിളുകളിൽ മിന്നുന്ന മകരകുണ്ടലങ്ങൾ ഞാൻ കണ്ടു. പീതാംബരം ചുറ്റി ഉടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ പത്നിമാരെ കണ്ടു. അദ്ദേഹം എന്നെ എടുത്തു. എന്നിട്ട് അദ്ദേഹം തൻ്റെ രത്നാങ്കിതമായ പള്ളിമെത്തയിൽ കിടത്തി എന്നെ ഉറക്കി. പത്നിമാരെ കൊണ്ട് എന്നെ വീശി ആശ്വസിപ്പിച്ചു. നാഥേ, നീയാണ് എന്നെ ഭഗവാനെ കാണാൻ പ്രേരിപ്പിച്ചത്. നീയാണ് എന്നെ ഭഗവാനെ കാണാൻ പറഞ്ഞയച്ചത്. അതുകൊണ്ട് നീ ഏറ്റവും പുണ്യവതിയായി തീർന്നു. ഈ വിധം കണ്ണുനീർ വാർത്തുകൊണ്ട് ആ പാവം ബ്രാഹ്മണൻ ഭാര്യയോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ ഭർത്താവിന് കുടിക്കുവാനുള്ള ശീതള പാനീയം നൽകി ആശ്വസിപ്പിച്ചതിനു ശേഷം ഭക്തിപൂർവം ആ പ്രിയപത്നി ഇങ്ങനെ പറഞ്ഞു. 2-3 ദിവസത്തിനു മുമ്പ് അങ്ങ് ദ്വാരകയിൽ എത്തിയ ദിവസമായിരിക്കണം അന്ന് ഐശ്വര്യരൂപിണിയായ ഒരു ദിവ്യാംഗന ഇവിടെ വന്ന്
നിമിഷം കൊണ്ട് ഇതെല്ലാം നിർമ്മിച്ച് വേണ്ടുവോളം ധനവും വസ്ത്രാഭരണങ്ങളും നൽകി എനിക്ക് സേവികമാരെയും നിയോഗിച്ച് അപ്രത്യക്ഷമായി. കൃഷ്ണ ഭഗവാന്റെ കൽപ്പനയനുസരിച്ചാണ് താനിത് നിർമ്മിക്കുന്നതെന്ന് ആ ദേവി അരുളി ചെയ്തു. സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയായിരുന്നു ആ ദേവി, ഐശ്വര്യ ദേവതയായ സാക്ഷാൽ മഹാലക്ഷ്മി. ഈ വിധം സർവവിശേഷങ്ങളും ആ സാധുസ്ത്രീ തൻ്റെ ഭർത്താവിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും ധാരാളമുണ്ടായെങ്കിലും കുചേലൻ അതിലൊന്നും മനസ്സു ചെലുത്താതെ സദാ കൃഷ്ണഭക്തിയിൽ തന്നെ മുഴുകി ജീവിതശിഷ്ടം കഴിച്ചുകൂട്ടി. അങ്ങനെ അവസാനം അദ്ദേഹം വിഷ്ണു സായുജ്യം കൈവരിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നിയും കുട്ടികളും അതിരറ്റ കൃഷ്ണഭക്തിയോടുകൂടി തന്നെയായിരുന്നു ജീവിച്ചു പോന്നത്. നിത്യവും അനവധി സാധുജനങ്ങൾക്ക് ആ പുണ്യശാലിനി ദാനധർമാദികൾ നടത്തിക്കൊണ്ടിരുന്നു. ദരിദ്രർക്ക് ഒരു കാമധേനുവായി ആ കാമിനീ രത്നം പരിലസിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് കുചേലമോക്ഷം. നാളെ കുചേല ദിനമാണ്. ഈ കഥ കേട്ടു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. നിങ്ങൾ ഇന്ന് കേട്ടാലും നാളെ വീണ്ടും കുറച്ച് സമയം ഈ കഥ കേൾക്കാനായി മാറ്റിവെക്കുക. നാരായണീയത്തിലെ ഈ ഭാഗവും ഭാഗവതത്തിലെ ഈ ഭാഗവുമൊക്കെ ഒന്ന് പാരായണം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യണം. ഇനി അതിന് സാധിക്കാത്തവർ നാരായണ നാമം ജപിച്ചു പ്രാർത്ഥിക്കണം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഈ കഥ വീണ്ടും ഒന്നും കൂടെ നാളത്തെ ദിവസം കേട്ട് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ കൂടുതൽ ഐശ്വര്യം നമുക്ക് നൽകത്തേയുള്ളൂ. അക്കാര്യം എപ്പോഴും ഓർക്കണം. ഭഗവാന്റെ കഥ പറയുന്നതും കേൾക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ ഒരു ഭാവം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരൊക്കെ തന്നെ പോവുക. ഭഗവാന് അവൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യുക. നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.